ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇത്തിരിസ് മീഡിയ മിക്സ്. ഇത്തിരിസ് മീഡിയ മിക്സിൽ ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യുന്നത് രുചികരമായ കൊറിയാണ്ടർ റൈസ് ആണ്. നമുക്ക് വീഡിയോ കാണാം. 1/2 കിലോ അരിയുടെ കൊറിയാണ്ടർ റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 പിടി കൊറിയാണ്ടർ ലീഫ് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ കൊറിയാണ്ടർ ലീഫ് ഇടാം. 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിത് ചേർത്ത് കൊടുക്കാം. 7 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞത് ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കൊറിയാണ്ടർ ലീഫ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയാണ്ടർ റൈസ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരല്പം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ 2 സബോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. സബോള ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ലെവലിൽ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴന്നു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പിന്റെ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് 1 പിടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ അരപ്പ് വെന്തോണ്ടിരിക്കുന്നുണ്ട്. കൊറിയാണ്ടർ റൈസിന് വേണ്ടിയിട്ട് 1/2 കിലോ ബിരിയാണി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഏത് റൈസ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് കൊറിയാണ്ടർ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചോറ് വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിന്റെ കൂട്ട് ചേർക്കാനായിട്ട്. ഇപ്പൊ അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി അരപ്പില് ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട്, അരയ്ക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഈ കൊറിയാണ്ടർ റൈസ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് 100% ഉറപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ കൊറിയാണ്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. രുചികരമായ കൊറിയാണ്ടർ റൈസ് തയ്യാറായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തിരീസ് മീഡിയ മിക്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.